സജീവമായിട്ടുള്ള ആവിഷ്കാരങ്ങളാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾ ഇത് പൊതിക്കാത്ത തേങ്ങ പോലെ അനുഭവപ്പെടുന്നതുകൊണ്ട് ഇതേക്കുറിച്ച് പ്രത്യേകം ആകുലപ്പെടാതിരിക്കാം. എന്നാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചാക്രിക ലേഖനമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിശ്വാസത്തിന്റെ വെളിച്ചെന്ന ഈ ചാക്രിക ലേഖനം. മാർപ്പാപ്പയെ കുറിച്ച് അമേരിക്കൻ പത്രങ്ങൾ വിശേഷിപ്പിക്കുന്നത് എ മാൻ ഫ്രം ദ സ്ട്രീറ്റ് ആൻഡ് എ മാൻ ഇൻ ദ സ്ട്രീറ്റ്. വഴിവക്കത്ത് നിന്ന് വന്ന ഒരു മനുഷ്യൻ, വഴിവക്കത്ത് വഴിയിലൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ മനുഷ്യൻ സംസാരിക്കുന്നത് നമുക്കൊക്കെ ദ്വിഭാഷികളുടെ സഹായം കൂടാതെ തന്നെ മനസ്സിലാകും. പക്ഷെ മാർപ്പാപ്പയുടെ ചില ഭാവങ്ങൾ, ചില ശൈലികൾ, അത് ദൈവശാസ്ത്രപരമായിട്ടുള്ള വലിയ തത്വങ്ങളുടെ മാംസളമായിട്ടുള്ള ആവിഷ്കാരമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ പിതാവിനെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ഈ ചാക്രിക ലേഖനം പ്രസിദ്ധപ്പെടുത്തിയത്, അല്ലെങ്കിൽ അങ്ങനെ ചാക്രിക ലേഖനം ആദ്യമായിട്ട് അവതരിപ്പിക്കുമെന്ന് ലോകത്തോട് അറിയിച്ചത് 2013 ജൂൺ മാസം 29-ാം തീയതി പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ ദിവസമാണ്. ഈ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. നമുക്കറിയാം, പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ എന്ന് പറയുന്നത് രണ്ട് പുണ്യവാളന്മാരുടെ തിരുനാളല്ല. സഭയുടെ പാരമ്പര്യത്തിൽ വിശ്വാസ പൈതൃകങ്ങളുടെ അണമുറിയാത്ത ലൈംഗിക പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് ഈ തിരുനാൾ പ്രതിദാനം ചെയ്യുന്നത്. ലത്തീൻ സഭയിൽ പുത്തനായിട്ട് നിയോഗിക്കപ്പെട്ട മെത്രാപ്പൊലീത്തമാർക്ക് ലൈംഗിക പാരമ്പര്യത്തിലുള്ള അവരുടെ അവകാശം രേഖപ്പെടുത്തുന്ന പാലീയം അവർക്ക് നൽകുന്നത് ഈ ജൂൺ മാസം 29-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ചാക്രിക ലേഖനത്തിന്റെ ഉള്ളടക്കത്തിന്റെ ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത് വിശ്വാസ പൈതൃകങ്ങളുടെ തുടർച്ചയായ കൈമാറ്റമാണ്. The uninterrupted sharing of the faith. വിശ്വാസം ഒരു വലിയ പ്രവാഹമാണ്. ആ പ്രവാഹം അണമുറിയാതെ ഒഴുകുന്ന പ്രവാഹമാണ്. അതുകൊണ്ട് ജൂൺ മാസം 29-ാം തീയതി ഈ ചാക്രിക ലേഖനം പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സന്ദേശം കൂടെ നമുക്ക് നൽകാൻ വേണ്ടിയിട്ടാണ്. ഞാനും നിങ്ങളും ഇന്ന് അണിചേരുന്ന വിശ്വാസം നമുക്ക് മുൻപേ ഒഴുകിയ വിശ്വാസത്തിന്റെ തുടർച്ചയാണ്. നമ്മുടെ പുറകെ വരുന്നവരെ ഈ വിശ്വാസത്തിന് പങ്കുപറ്റാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ തുടർച്ചയെക്കുറിച്ചാണ് ഈ ചാക്രിക ലേഖനം പ്രധാനമായിട്ടും നമ്മളോട് സംസാരിക്കുന്നത്. ഈ ചാക്രിക ലേഖനത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് നമുക്കറിയാം. വിശ്വാസ വർഷത്തോടനുബന്ധമായിട്ടാണ് ഈ ചാക്രിക ലേഖനം പ്രസിദ്ധപ്പെടുത്തുന്നത്. ഈ ചാക്രിക ലേഖനത്തിന്റെ പേര് തന്നെ വിശ്വാസത്തിന്റെ വെളിച്ചമെന്നാണ്. രണ്ടാം വത്തിക്കാൻ സുനഹദോസ് നടന്നിട്ട് 50 കൊല്ലമായി. അതാണ് വിശ്വാസവർഷം പ്രഖ്യാപിക്കാനായിട്ട് ബെനഡിക്ട് 16 മാർപ്പാപ്പയെ പ്രേരിപ്പിച്ചത്. ഈ വിശ്വാസം വെളിച്ചമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ചാക്രികയുടെ പേര് തന്നെ. ഈ ലൂമൻ എന്ന പദം ചില ദൈവശാസ്ത്രജ്ഞന്മാരുടെ വ്യാഖ്യാനം അനുസരിച്ചിട്ട് വത്തിക്കാൻ സുനഹദോസുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. നമുക്കറിയാം, വത്തിക്കാൻ സുനഹദോസിന്റെ 16 പ്രമാണരേഖകളിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പ്രമാണരേഖയുടെ പേര് ലുമൻ ജെൻസിയം എന്നാണ്. ഒരുപക്ഷെ വത്തിക്കാൻ സുനഹദോസും വിശ്വാസവർഷവും ഈ ചാക്രിക ലേഖനവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കാനാണ് ആ ലൂമൻ എന്ന പദം വത്തിക്കാൻ സുനഹദോസിന്റെ മൗലിക പ്രമാണരേഖയായിട്ടുള്ള ലൂമൻ ജെൻസിയത്തിൽ നിന്നെടുത്ത് ഇവിടെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ലൂമൻ പീഡൈ,
വിശ്വാസത്തിന്റെ വെളിച്ചം. പരിശുദ്ധ പിതാവ് ഈ ചാക്രിക ലേഖനം ഇറക്കിയതിനു ശേഷം നടത്തിയ ചില പ്രഭാഷണങ്ങളിലെ മാർപ്പാപ്പ തന്റെ തനത് ശൈലിയിലെ ഈ ചാക്രിക ലേഖനത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. നമുക്കൊക്കെ മനസ്സിലാകുന്ന ഒരു ശൈലിയിലാണ് മാർപ്പാപ്പ ഈ ചാക്രിക ലേഖനത്തെ വിശേഷിപ്പിക്കുന്നത്. മാർപ്പാപ്പ ഈ ചാക്രിക ലേഖനത്തെ സ്വന്തം പദപ്രയോഗത്തിൽ വിശേഷിപ്പിക്കുന്നു. ഇതൊരു യുഗ്മഗാനം പോലെയാണ്. ഒരു ചാക്രിക ലേഖനത്തിലെ ഭാഷയിൽ ഒരിക്കലും വന്നുപെടാൻ പാടില്ലാത്ത ഒരു പ്രയോഗമാണ് ഒരു യുഗ്മഗാനം. നമുക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു പ്രയോഗമാണ്. യുഗ്മഗാനം എന്ന് പറയുന്നത് എന്താണ്? രണ്ടുപേരും കൂടെ പാടി പൂർത്തിയാക്കുന്ന പാട്ടാണ്. മകവ പറയുന്നു, എന്റെ മുൻഗാമി അദ്ദേഹത്തിന്റെ പണിപ്പുരയിലെ പണി തീരാതെ ഉപേക്ഷിച്ചൊരു ചാക്രിക ലേഖനം, ആ ചാക്രിക ലേഖനത്തിന്റെ മേലെ ഞാൻ നടത്തുന്ന ഇടപെടലാണ് ഈ ചാക്രിക ലേഖനത്തിന് ഗുണം. അതുകൊണ്ട് പരിശുദ്ധ പിതാവ് പറയുകയാണ്, ഇതിന്റെ പാട്ട് മുഴുവൻ പാടിയത് ബെനഡിക്ട് 16 മാർപ്പാപ്പയാണ്. അതിന്റെ അവസാനത്തെ ഈരടികളാണ് ഞാൻ ഇതിലെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇതൊരു യുഗ്മഗാനമാണ്. രണ്ട് മാർപ്പാപ്പന്മാരും കൂടെ ഒരു ചാക്രിക ലേഖനം ഒരിക്കലും എഴുതിയിട്ടില്ല. പക്ഷെ ഈ ചാക്രിക ലേഖനം എന്നെ മനസ്സുകൊണ്ട് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ബെനഡിക്ട് 16 മാർപ്പാപ്പ നടത്തിയ ലൈംഗിക ശുശ്രൂഷയുടെ തുടർച്ചയാണ് എന്റെ ശുശ്രൂഷ. അതുകൊണ്ടാണ് ഞാൻ ഈ ചാക്രിക ലേഖനത്തിൽ ഒരുപക്ഷെ നമ്മുടെയൊക്കെ സമൂഹത്തിൽ സംഭവിക്കുന്ന ഒരു വലിയൊരു അപകടമുണ്ട്. ഡിസ്കണ്ടിന്യൂറ്റി ഈസ് ദ ഹോളോ മാർക്ക് ഓഫ് അവർ എക്ലസിയാസ്റ്റിക്കൽ മിനിസ്ട്രി. ഒരു അച്ഛൻ വന്നു, അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, അച്ഛൻ പോകുന്നതോടുകൂടെ പിന്നെ വരുന്ന അച്ഛൻ അതൊക്കെ കുത്തിക്കിളക്കി കോഴ സ്ഥാപിച്ചു, പുതിയ അച്ഛൻ കോഴ പിരിച്ചു വിട്ടു. യുവാക്കളെ കൂട്ടി സംഘടനയുണ്ടാക്കി, പിന്നെ വരുന്ന അച്ഛൻ യുവാക്കളെ വേറെ വിട്ടു. ഒരുപക്ഷെ പലപ്പോഴും ഡിസ്കണ്ടിന്യൂറ്റി ഇത് എല്ലാ സ്ഥലങ്ങളിലും മാത്രമാണ്. ഒരുപക്ഷെ ഈ ചാക്രിക ലേഖനത്തോട് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നു, പഴയ മാർപ്പാപ്പ എഴുതി ഒരുപാട് കാര്യങ്ങളോട് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ആ മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് കൂട്ടിച്ചേർക്കാനോട് കൂട്ടിച്ചേർക്കുമ്പോഴും അതിനുണ്ടാകുന്ന പൂർണ്ണത, ആ പൂർണ്ണതയാണ് സഭയുടെ അസ്തിത്വത്തിന്റെ അടയാളം. അല്ലാതെ ഒരാൾ ചെയ്തതിന് വേറൊരാൾ കുറ്റി മറിഞ്ഞതല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സന്ദേശം ഇതിന്റെ പുറകിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മാർപ്പാപ്പ ഈ ചാക്രിക ലേഖനത്തെ വിശേഷിപ്പിക്കാനായിട്ട് പ്രയോഗിക്കുന്ന മറ്റൊരു വലിയ പ്രതീക വിധാനം ഇതൊരു റിലേയിലെ ബാറ്റൺ കൈമാറുന്നത് പോലെയാണ്. വീണ്ടും ചാക്രിക ലേഖനത്തിന്റെ ശൈലിയിലെ പ്രയോഗിക്കാത്ത അല്ലെങ്കിൽ ചാക്രികക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും മാർപ്പാപ്പ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്. ജോൺ 23 മാർപ്പാപ്പ ഈ നൂറ്റാണ്ടിലെ ഓട്ടം തുടങ്ങി. ആ ഓട്ടം കുറെ കഴിഞ്ഞപ്പോൾ പോളാറമ്മൻ ഏറ്റെടുത്തു. പോളാറമ്മൻ കളത്തിൽ നിന്ന് മാറിയപ്പോൾ ജോൺ പോൾ I വന്നു. വളരെ ഹ്രസ്വമായ കാലഘട്ടത്തിന് ശേഷം ജോൺ പോൾ II കടന്നു വന്നു. അദ്ദേഹം ഏകദേശം 30 കൊല്ലത്തോളം സഭയുടെ ട്രാക്കിൽ ഓടി. അദ്ദേഹം കാലയവനിക്കുള്ളിൽ വീണുപോയപ്പോഴും അദ്ദേഹത്തിന് പകരം ബെനഡിക്ട് 16 വന്നു. അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് ആകസ്മികമായിട്ട് തിരോധാനം ചെയ്യുമ്പോൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ബാറ്റണാണ് ഞാൻ കൈകളിൽ ഏന്തുന്നത്. There is a continuity in the baton. വിശ്വാസത്തിന്റെ പൈതൃകത്തിന്റെ ഈ ശ്രീബന്ധത്തിന് ഒരു തുടർച്ചയുണ്ട്. അതാണ് മാർപ്പാപ്പ പറയുന്നത്, ദിസ് ഈസ് എ ബാറ്റൺ. വിശ്വാസം ഈ റിലേയിൽ മാർപ്പാപ്പ അവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ കടന്നു പോകുമ്പോഴും എന്റെ പിറകിൽ വരുന്ന ആരെങ്കിലും ഒരാളാണ് ഈ ബാറ്റൺ ഏറ്റെടുക്കേണ്ടത്. ആള് മാറുന്നു, പക്ഷെ ബാറ്റൺ മാറുന്നില്ല. ഒരുപക്ഷെ നമുക്ക് ഈ ചാക്രിക ലേഖനത്തിന്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു പ്രയോഗമായിട്ടാണ് എനിക്കത് തോന്നുന്നത്. മൂന്നാമതായിട്ട് ഇത് ദൈവിക സുഖത്തിന്റെ ഒരു സങ്കീർത്തനമായിട്ടാണ് മാർപ്പാപ്പ പറയുന്നത്. ത്രിസാഗിയോന്നാണ് ചില വ്യാഖ്യാനം. ത്രിസാഗിയോൺ 3 പ്രാവശ്യം പറയുന്ന പാട്ടുകളാണ് ത്രിസാഗിയോൺ. ഇത് ഒരു ത്രിസാഗിയോണാണ്. ബെനഡിക്ട് 16 മാർപ്പാപ്പ പാടിയ ഒരു സങ്കീർത്തനം. അദ്ദേഹം ആദ്യം പാടിയത് സ്നേഹത്തെക്കുറിച്ചാണ്.
സ്നേഹത്തെക്കുറിച്ചുള്ള ചാക്രിക ലേഖനമാണ് അദ്ദേഹം ആദ്യം പ്രസിദ്ധീകരിച്ചത് 2006 ഡിസംബർ മാസം 25-ാം തീയതി. അദ്ദേഹം ദൈവം സ്നേഹമാകുമെന്ന് ചാക്രിക ലേഖനം എഴുതി. അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അന്ത്രയോസ് പുണ്യവാളന്റെ സ്നേഹായ പെരുന്നാൾ ദിവസം അദ്ദേഹം 2007 പ്രത്യാശ രക്ഷ എന്ന ചാക്രിക ലേഖനം ഇറങ്ങി. ആ ചാക്രിക ലേഖനത്തിന്റെ അവസാനമാണ് ഈ പുതിയ ചാക്രിക ലേഖനം ഇപ്പൊ പ്രസിദ്ധീകരിക്കുന്ന 2013 ജൂൺ മാസം 29-ാം തീയതി. മാർപ്പാപ്പ അവിടെ പറയുന്നത് ഇതൊരു പ്രസാദ്യമാണ്. വിശ്വാസം വളർച്ച പ്രാപിക്കുന്നതാണ് പ്രത്യാശ, പ്രത്യാശ പൂർണ്ണത തരുന്നതാണ് സ്നേഹം. ഇത് വിശ്വാസത്തിന്റെ തുടർച്ച തന്നെയാണ്. വിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തമല്ല പ്രത്യാശ, പ്രത്യാശയിൽ നിന്ന് വ്യത്യസ്തമല്ല സ്നേഹം. അത് പരസ്പരം തുടർച്ചയാണ്. വിശ്വാസം വളരുന്നത് പ്രത്യാശയിലേക്കും, പ്രത്യാശ വളരുന്നത് സ്നേഹത്തിലേക്കുമാണ്. വീണ്ടും തുടർച്ചയെക്കുറിച്ചുള്ള മാർപ്പാപ്പയുടെ ഒരു 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 വികാര പ്രകടനമായിട്ടാണ് അതിനെ കാണുന്നത്. അവസാനമായിട്ട് മാർപ്പാപ്പ പറയുന്നു, ഈ ചാക്രിക ലേഖനം ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയുടെ ഒസീത്താണ്. എന്റെ പ്രകടനപത്രിയാണ്. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ മരണത്തിനുള്ള ഒരുക്കത്തിന് മുൻപ് അദ്ദേഹം പണിപ്പുരയിൽ എഴുതി തുടങ്ങിയ ഒരു ടെസ്റ്റ്മെന്റാണ് ഈ ചാക്രിക ലേഖനം. ഞാൻ എന്റെ അനുവാദ ശുശ്രൂഷ ആരംഭിക്കുന്നതിന്റെ പ്രകടനപത്രിയാണ്. ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ല, ഇത് രണ്ടും തമ്മിൽ പൂരകത്വമുണ്ട്. അതുകൊണ്ട് ഈ ചാക്രിക ലേഖനത്തിന്റെ സ്പന്ദനം എന്ന് പറയുന്നത്, ഇതിന്റെ ഉള്ളടക്കത്തിന്റെ മൂലക്കൽ എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ അണമുറിയാത്ത ആധികാരികമായിട്ടുള്ള തുടർച്ചയെ സംബന്ധിച്ചുള്ള ചില വികാരങ്ങളാണ് ഈ ചാക്രിക ലേഖനത്തിൽ മുഴുവൻ പ്രകടിപ്പിക്കുന്നത്. ഈ ചാക്രിക ലേഖനത്തിന് 4 അധ്യായങ്ങളാണ് ഉള്ളത്. 60 ഖണ്ഡികകൾ. എനിക്ക് തോന്നി അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ ഏറ്റവും കുഞ്ഞായിട്ടുള്ള ഒരു ചാക്രിക ലേഖനമാണ്. ഒറ്റ ഇരിപ്പിനെ വേണമെങ്കിൽ വായിച്ചു തീർക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ചാക്രിക ലേഖനമാണ്. ഇതിലെ ശൈലിയെ കുറിച്ച് പറയുന്നത്, ഇതിലെവിടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ, ഇതിലെവിടെയാണ് ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ എന്ന് കണ്ടുപിടിക്കാൻ വിഷമമാണ്. പക്ഷെ അതേസമയം തന്നെ ചില വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കയ്യൊപ്പ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പ്രായോഗികത അതിലുണ്ട്. അതേസമയം തന്നെ ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയുടെ തലച്ചോറിന്റെ പൂർണ്ണതയും ഈ ചാക്രിക ലേഖനത്തിന്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഓർത്തഡോക്സിയും ഓർത്തോപ്രാക്സിസും കൂട്ടിച്ചേർന്ന ഒരു ചാക്രിക ലേഖനമായിട്ടാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. രണ്ടുമുണ്ട് ഇതിനകത്ത്. തിയറി മാത്രമല്ല, അതിന്റെ പ്രായോഗികതയും ഇതിലുണ്ട് എന്നുള്ളതാണ് ഈ ചാക്രിക ലേഖനത്തിന്റെ ശൈലിയെ സംബന്ധിക്കുന്ന ഒരു പ്രത്യേകത. ഈ ചാക്രിക ലേഖനത്തിന്റെ ആമുഖം 8 ഖണ്ഡികകളാണ്. ഈ 8 ഖണ്ഡികകളിൽ പ്രധാനമായും പരിശുദ്ധ പിതാവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവം വെളിച്ചമാണ്. ദൈവം വെളിച്ചമാണ്, നിത്യപ്രകാശമാണ് ദൈവം. ഈ വെളിച്ചം ഈ ലോകത്തിലെ എനിക്കും നിങ്ങൾക്കും നൽകാൻ ദൈവം അയച്ച ദൈവത്തിന്റെ വലിയ സ്നേഹത്തിന്റെ പൂർത്തീകരണമാണ് യേശുക്രിസ്തു. നമ്മുടെ ഹൃദയങ്ങളിലെ ഈ വിശ്വാസത്തിന്റെ വിളക്ക് തെളിയിക്കുക, അതാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ ചെയ്ത ശുശ്രൂഷ. അതാണ് സഭ തുടരുന്നത്. അതുകൊണ്ട് വിശ്വാസം വെളിച്ചമാണ്. ഈ വെളിച്ചം ഹൃദയങ്ങളിൽ കത്തിക്കുക, ഈ വെളിച്ചം സമൂഹത്തിലെ പ്രകാശിപ്പിക്കുക, അത് തലമുറകൾക്ക് കൈമാറുക. അതാണ് ഈ ആമുഖ സന്ദേശത്തിൽ മുഴുവൻ പറയുന്നത്. എന്നാൽ ഈ വെളിച്ചം തമസ്കരിക്കുന്ന ധാരാളം സാഹചര്യങ്ങളുണ്ടെന്ന് ഈ ആമുഖത്തിൽ തന്നെ പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുന്നുണ്ട്. വളരെ ഹ്രസ്വമായിട്ടുള്ള ഒരു ആമുഖം. ഈ ചാക്രിക ലേഖനത്തിന് 4 അധ്യായങ്ങളാണുള്ളത്. ഈ 4 അധ്യായങ്ങളുടെ തലവാചകം ഒരു ബൈബിൾ കൊട്ടേഷനാണ്. ഓരോ അധ്യായവും ഒരു ബൈബിൾ കൊട്ടേഷൻ തലവാചകമായിട്ട് എടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ അധ്യായത്തിന്റെ തലവാചകം നാം സ്നേഹത്തിൽ വിശ്വസിച്ചിരിക്കുന്നു,
1 യോഹന്നാൻ 4:16. 1 യോഹന്നാൻ 4:16. നാം സ്നേഹത്തിൽ വിശ്വസിച്ചിരിക്കുന്നു. ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെയും ഇടപെടലുണ്ടെന്ന് ഈ ഭാഗത്തുണ്ടെന്ന് ഉറപ്പാണ്. ഇവിടെ വിശ്വാസത്തെ അറിവ് എന്നതിനേക്കാൾ കൂടുതൽ ആത്മബന്ധമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. വിശ്വാസം ആത്മബന്ധമാണ്. ആ ആത്മബന്ധത്തിന്റെ കണ്ണികളാണ് ദൈവം കൊടുത്ത വാഗ്ദാനങ്ങളും ആ വാഗ്ദാനങ്ങളോട് മനുഷ്യൻ പുലർത്തിയ സർഗാത്മകമായിട്ടുള്ള പ്രതികരണം. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ ഉള്ളടക്കം സ്നേഹമാണെന്നും ആ സ്നേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ തെളിമയാർന്ന കാഴ്ചപ്പാടുകൾ അവിടെയാണ് ഈ അധ്യായം മുഴുവനിരിക്കുന്നത്. വിശ്വാസം അറിവിനേക്കാൾ കൂടുതൽ ആത്മബന്ധം. ഇറ്റ്സ് മോർ എ റിലേഷൻഷിപ്പ്. ഇറ്റ്സ് എ മോർ റിലേഷൻഷിപ്പ് ഓഫ് ഗോഡ്സ് ലവ്. ഇറ്റ്സ് എ മോർ റിലേഷൻഷിപ്പ് ഓഫ് ഗോഡ്സ് പ്രോമിസസ്. അവിടെയൊക്കെയുള്ള മനുഷ്യന്റെ ആത്മബന്ധങ്ങളാണ് ഈ വിശ്വാസം. അബ്രഹാമിനെ ദൈവം വിളിച്ചിരിക്കുന്നു. അബ്രഹാമിനെ വിളിച്ചത് ഒരു ജനതയുടെ പിതാവാക്കാനാണ്. ഒരു ജനതയുടെ പിതാവാണ്. ഒരു ആത്മബന്ധത്തിന്റെ തുടർച്ചയാണ് നിങ്ങൾ ഇസ്രായേലിൽ കാണുന്നത്. അബ്രഹാമിനെ വിളിച്ചു, അത് ഇസഹാക്കിലൂടെ തുടർന്നു, അത് യാക്കോബ് ഏറ്റുവാങ്ങി, അത് 12 ഗോത്രങ്ങളിലൂടെ കടന്നുപോയി, അത് ജോസഫിന്റെ കാലത്ത് ഈജിപ്തിൽ അടിമത്തത്തിൽ ചെന്ന് ചാടി, അവിടെ നിന്ന് മോശ അവർ രക്ഷിച്ചു. ഒരുപക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വലിയ പ്രമേയമുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് പൂർണ്ണത കണ്ടെത്തേണ്ടത് വ്യക്തികളിലല്ല, ദൈവത്തിന്റെ നിയോഗത്തിലാണ്. അബ്രഹാമിനെ ദൈവം വാഗ്ദാനത്തിന് ഒന്നും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അബ്രഹാം വിട്ടുപോയപ്പോൾ അത് തുടരാനാണ് ഇസ്ഹാക്ക് വിളിക്കപ്പെട്ടത്. ഇസ്ഹാക്കിൽ നിന്നാണ് യാക്കോബ് വിളിക്കപ്പെട്ടത്. വാഗ്ദത്തഭൂമി കാണാനായിട്ട് മോശയ്ക്ക് കഴിഞ്ഞില്ല. മോശ ഉപേക്ഷിച്ചതിൽ അഹറോനും യോശുവയും ആരംഭിക്കേണ്ടത്. അതുകൊണ്ട് വിശ്വാസം ഈ ആത്മബന്ധത്തിലുള്ള ഒരു യാത്രയാണ്. ഈ യാത്രയിൽ വ്യക്തികള് കൂട്ടായ്മയിലാണ് പ്രധാനപ്പെട്ടതാകുന്നത്. ഈ വലിയ കൂട്ടായ്മയിലാണ് വ്യക്തികൾ പ്രധാനപ്പെട്ടതാകുന്നത്. ഇവിടെ വിശ്വാസം പൂർണ്ണതയിലേക്ക് വരുന്നത് ക്രിസ്തുവിലാണ്. പക്ഷെ ക്രിസ്തു സഭയിലൂടെയാണ് വിശ്വാസത്തിന്റെ പ്രവാഹം തുടരുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ പ്രവാഹം സഭയിലൂടെ തുടരുന്നു എന്നുള്ളത് സഭയുടെ വളരെ നിർണായകമായിട്ടുള്ള പങ്ക്, ഉത്തരവാദിത്വം. അതേക്കുറിച്ച് ചാക്രിക ലേഖനം പറയുന്നുണ്ട്. സഭയില്ലാതെ വിശ്വാസം എനിക്കും നിങ്ങൾക്കും പ്രഘോഷിക്കപ്പെടാൻ സാധിക്കില്ല. സഭയിലൂടെയാണ് വിശ്വാസം, അതായത് ദൈവത്തിന്റെ പദ്ധതിയിലൂടെയാണ് വിശ്വാസം പ്രവഹിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതിയാണ് സഭ. സഭയിലൂടെയാണ് നമ്മൾ വിശ്വാസത്തിലെ യാത്രക്കാരും തീർത്ഥാടകരും ആകുന്നത്. ഈ സഭാപരമായിട്ടുള്ള മാനത്തിന് മാർപ്പാപ്പ വലിയ പ്രാധാന്യമുണ്ട്. എക്ലേസിയൽ ഡയമെൻഷൻ ഓഫ് ദ ഫെയ്ത്ത്. സഭയെ മാറ്റി നിർത്തിക്കൊണ്ട് വിശ്വാസത്തെ നോക്കിക്കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് വെള്ളമൊഴുകുന്ന ചാല് പോലെയാണ് സഭ. സഭയിലൂടെയാണ് വിശ്വാസത്തിന്റെ പ്രവാഹം ഒഴുകുന്നത്. ഒരു നദി അതിന്റെ ഓരം വിട്ട് തീരം കരകവിഞ്ഞൊഴുകുന്നതാണ് വെള്ളപ്പൊക്കം. അതുകൊണ്ട് തന്നെ സഭയുടെ ഓരത്തിൽ നിന്ന് അതിക്രമിച്ച് ഒഴുകുന്ന പുഴകളൊക്കെ അപകടമാണെന്നുള്ള സൂചനകൾ ചാക്രിക ലേഖനം ശക്തമായിട്ട് വെക്കുന്നുണ്ട്. സഭയിലൂടെ മാത്രമേ ഈ പ്രവാഹത്തിനെ അതിന്റെ പൂർണ്ണതയിലേക്ക് ഒഴുകാനുള്ളൂ. ഏതെങ്കിലും കൈവഴികളുണ്ടെങ്കിൽ ആ കൈവഴികളൊക്കെ തന്നെ ഇതിൽ ഒന്ന് ചേരണം, സഭയിൽ വന്ന് ചേരണം. സഭയിലൂടെയാണ് ഈ വിശ്വാസത്തിന്റെ പ്രവാഹം പോകുന്നത്. 2-ാമത്തെ അധ്യായം ഐസയാസിന്റെ പ്രവചന പുസ്തകത്തിലെ 7-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ ഒരു തിരുവചനം സാക്ഷ്യപ്പെടുത്തിയിട്ടാണ്. അതാണ് മുഖ്യമായിട്ട് എടുത്തിരിക്കുന്നത്. ആ തിരുവചനം ഇപ്രകാരമാണ്: വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കുകയില്ല.
വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കുകയില്ല, വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ രക്ഷ പ്രാപിക്കുകയില്ല. ഇതാണ് ആ തിരുവചനത്തിന്റെ വലിയ സൂചന. സ്നേഹമുള്ളവരെ, ഇവിടെ മാർപ്പാപ്പ പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനമായിട്ടുള്ള ആശയം ഇതാണ്: മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നവനാണ്. പക്ഷെ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തെ കാണാൻ വെക്കുന്ന കണ്ണാടി പോലെയാണ് വിശ്വാസം. ഈ കണ്ണാടിയിലൂടെയാണ് മനുഷ്യൻ ദൈവത്തെ നോക്കിക്കാണേണ്ടത്. ഇവിടെ വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് ചില പരാമർശങ്ങൾ നൽകുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില പരാമർശങ്ങളുണ്ട്. സകലത്തെ ഒരുവൻ രക്ഷയായിട്ട് കാണണമെങ്കിൽ അവന്റെ കൺപോളകൾക്ക് മുൻപിൽ വിശ്വാസത്തിന്റെ കണ്ണാടി ഉണ്ടാകണം. കുടുംബജീവിതം അർത്ഥവത്താകണമെങ്കിൽ അവൻ കുടുംബജീവിതം നോക്കിക്കാണുന്നത് വിശ്വാസത്തിന്റെ കണ്ണാടി. വിശ്വാസത്തിന്റെ കണ്ണാടിയിലൂടെ നോക്കിക്കാണാത്തതാണ് പാപം, തിന്മ. അതുകൊണ്ടാണ് വിശ്വാസം രക്ഷയ്ക്ക് ആവശ്യമാണ്. മാർപ്പാപ്പ ദൈവശാസ്ത്രത്തിന് മനോഹരമായിട്ടുള്ള ഒരു നിർവചനം ഈ ചാക്രികയിലേക്ക് ചമയ്ക്കുന്നുണ്ട്. വിശ്വാസം, ബുദ്ധി വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ലോകത്തെയും യാഥാർത്ഥ്യങ്ങളെയും നോക്കിക്കാണുന്നതാണ് ദൈവശാസ്ത്രം. ബുദ്ധി കൊണ്ട് മാത്രമല്ല, വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണാൻ മനുഷ്യന് സാധിക്കണം. മാർപ്പാപ്പ അതുകൊണ്ട് പറയുന്നുണ്ട്, വിശ്വാസത്തിന്റെ കണ്ണുകൾ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യൻ നോക്കിക്കാണുന്നതെല്ലാം തിന്മയാണ്. ഈ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് എല്ലാത്തിനെയും നോക്കിക്കാണാൻ മനുഷ്യനെ സാധിക്കും. ഈ വെളിച്ചമാണ് മനുഷ്യനെ യാത്രയിലെ ദൈവാന്വേഷണവും ഒക്കെ സാധിക്കുന്നത്. ഈ വെളിച്ചത്തിലാണ് മനുഷ്യൻ നോക്കിക്കാണേണ്ടത്. അതുകൊണ്ട് വെളിച്ചമില്ലാതെ നോക്കിക്കാണാൻ നമുക്ക് പ്രലോഭനങ്ങളുണ്ട്. ഞാൻ തൂമ്പിൽ പിതാവിനെ അടുത്ത് പിതാവ് കാറ്ററാക്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോ പിതാവ് 2 കണ്ണിനും പിതാവ് കാറ്ററാക്ടിന്റെ ഓപ്പറേഷൻ നടത്തി. പിതാവ്, ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഓപ്പറേഷൻ നടത്തിയിട്ട്? പിതാവ് ഒരൊറ്റ വാചകത്തിനോട് പറഞ്ഞ മറുപടി ഇതാണ്: തട്ടിൽ പിതാവേ, ലോകത്തിന് ഇത്ര അധികം വെളിച്ചമുണ്ടെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി. ഇതിനു മുമ്പ് എനിക്കൊക്കെ കൂടിക്കഴിഞ്ഞതുപോലെയായിരുന്നു, ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഇത്ര വെളിച്ചമുണ്ടെന്ന് എന്റെ കണ്ണിന്റെ പാട എടുത്തു മാറ്റിയപ്പോഴെനിക്ക് മനസ്സിലായി. മനുഷ്യൻ ദൈവത്തെ നോക്കിക്കാണേണ്ട കണ്ണുകൾ വിശ്വാസത്തിന്റെ കണ്ണുകളാണ്. മാർപ്പാപ്പ പ്രയോഗിക്കുന്നത് ടു സീ തിങ്സ് ത്രൂ ദ ഐസ് ഓഫ് ജീസസ്. യേശുവിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണാനായിട്ട് പഠിക്കുക. സഭയുടെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണാനായിട്ട് പഠിക്കുക. വിശ്വാസ പ്രമാണത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണാനായിട്ട് പഠിക്കുക. 3-ാമത്തെ അധ്യായം, അത് കൊറിന്തോസുകാർക്ക് 1-ാമത്തെ ലേഖനം 15-ാമത്തെ അധ്യായം 3-ാമത്തെ വചനമാണ്. ഇതേ കൊട്ടേഷൻ തന്നെ യൂക്രിസ്റ്റിക് നരേഷനിൽ പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. കൊറിന്തോസുകാർക്ക് 1-ാമത്തെ ലേഖനം 11-ാമത്തെ അധ്യായത്തിലും പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ആ വചനം? എനിക്ക് ലഭിച്ചത് ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചത്. What I have received, I have handed over. എനിക്ക് ലഭിച്ചത് ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുന്നു. പരിശുദ്ധ പിതാവ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസം കൈമാറുന്നത് സഭയുടെ പാരമ്പര്യങ്ങളിലൂടെയും സഭയിലൂടെയുമാണ്. The transmission of the faith is through the church. ഇവിടെ കൂദാശകള്, വിശ്വാസ പ്രമാണം, സഭയുടെ കൽപ്പനകള്, സഭയുടെ ആരാധനക്രമം, സഭയുടെ പാരമ്പര്യങ്ങള്, ഇതിനൊക്കെയാണ് മാർപ്പാപ്പ പ്രാധാന്യം കൊടുക്കുന്നത്. വിശ്വാസത്തിന്റെ ട്രാൻസ്മിഷൻ ഓഫ് ദ ഫെയ്ത്ത് അത് സംഭവിക്കേണ്ടത് കൂദാശകളിലൂടെ ആയിരിക്കണം, അത് കൽപ്പനകളിലൂടെ ആയിരിക്കണം, അത് സഭയുടെ ആരാധനക്രമത്തിലൂടെ ആയിരിക്കണം. വിശ്വാസത്തിന്റെ ഐക്യവും സമഗ്രതയും, ദ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ ഫെയ്ത്ത്, അത് ഈ സഭയ്ക്കകത്തെ ചട്ടക്കൂടിലൂടെയാണ് സംഭവിക്കേണ്ടത്. ഓരോരുത്തരും അവന്റെ വിധത്തിൽ വ്യാഖ്യാനിക്കും.
ഞാൻ ചിലപ്പോഴേ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. പക്ഷെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തോട് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നുന്ന ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താ അഭിപ്രായ വ്യത്യാസം? കരിസ്മാറ്റിക് പ്രസ്ഥാനം സംടൈംസ് ബിക്കം വെരി മച്ച് ഇൻഡിവിജ്വലിസ്റ്റിക്. എനിക്കത് ഇഷ്ടമുള്ളവർക്ക് പറയാൻ പറ്റും, എനിക്കിഷ്ടമുള്ളവണ്ണം കൈ കൊടുക്കാൻ പറ്റും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളൊക്കെ തന്നെ നോട്ട് യുവർ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി, ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ചർച്ച്. അത് സഭയുടെ സ്വത്താണ്. അത് സഭയുടെ സ്വത്തിൽ നിന്നാണ് ഞാൻ എടുത്ത് കൈകാര്യം ചെയ്യുന്നത്. സഭയുടെ നിയോഗത്തിലാണ്. ഒരച്ഛനും ഒരു വ്യക്തി എന്ന നിലയിലല്ല കൂദാശകൾ പരികർമ്മം ചെയ്യുന്നത്. ഒരച്ഛൻ സഭയുടെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിലാണ് കൈകാര്യം ചെയ്യുന്നത്. വളരെ പ്രധാനം. നമ്മുടെ ദൈവശാസ്ത്രപരമായിട്ടുള്ള അജപാലനപരമായിട്ടുള്ള നിലപാടുകൾക്ക് കുറെ കൂടെ വിശ്വാസത്തിന്റെ പൈതൃക കൈമാറ്റത്തിലുള്ള ആധികാരികത സൂക്ഷിക്കാൻ എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്യുള്ളൂ. പിതാക്കന്മാർ പറഞ്ഞാൽ സമ്മതിക്കുകയില്ല, സഭ പറഞ്ഞാൽ സമ്മതിക്കുകയില്ല. അല്ല, ഈ വിശ്വാസത്തിന്റെ കൈമാറ്റം നടക്കേണ്ടത് സഭയിലൂടെയാണ്, സഭയുടെ പാരമ്പര്യങ്ങളിലൂടെ ആണ്. 4-ാമത്തെ അധ്യായം ദൈവം അവർക്കായി ഒരു നഗരം തയ്യാറാക്കുന്നു. ഒരുപക്ഷെ വിശ്വാസം ജീവിതം കൊണ്ട് തെളിയിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. ഹെബ്രായക്കാർക്ക് എഴുതിയ 11-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനമാണ്. വിശ്വാസം ഉത്തരവാദിത്വമാണ്, ജീവിതം കൊണ്ട് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വമാണ്. അത് വ്യക്തികളെന്ന നിലയ്ക്ക്, കുടുംബങ്ങളെന്ന നിലയ്ക്ക്, സമൂഹം എന്ന നിലയ്ക്ക്, ഇടവകൾ എന്ന നിലയ്ക്ക് ഇവിടെ വിശ്വാസം ജീവിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ മാർപ്പാപ്പ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വ്യാഖ്യാതാക്കളുടെ ഒരു കാഴ്ചപ്പാടിലാണ്. മാർപ്പാപ്പ എടുക്കുന്ന ബൈബിൾ കൊട്ടേഷൻ ദൈവം അവർക്കായി ഒരു നഗരം തയ്യാറാക്കുന്നു. ഈ നഗരം തയ്യാറാക്കി കഴിഞ്ഞിട്ടില്ല. ഞാൻ ചിലപ്പോഴൊക്കെ നമ്മുടെ അച്ഛന്മാരോട് സംസാരിച്ചപ്പോ അച്ഛന്മാര് പറഞ്ഞു, നമ്മൾ ഈ ശതോത്ര രജതജൂബിലിക്ക് ഒരു കൊല്ലം വിശ്വാസത്തിന്റെ വർഷം ആചരിച്ചില്ലേ, ഒരു വർഷം കൂദാശയുടെ വർഷം ആചരിച്ചില്ലേ, ഒരു വർഷം കൂട്ടായ്മയുടെ വർഷം ആചരിച്ചില്ലേ. ഇത് തീരുന്നില്ല. ഇപ്പൊ വീണ്ടും വിശ്വാസത്തിന്റെ വർഷം, ഇനി ഇത് കഴിയുമ്പോൾ വീണ്ടും കൂദാശയുടെ വർഷമായി. മാർപ്പാപ്പ പറയുന്നു, ദൈവം വിശ്വാസത്തിലേക്ക് വിളിച്ചിരിക്കുന്നത് ഒരു ദൗത്യം നിർവഹിക്കാനാണ്. അത് നമുക്ക് സ്വർഗത്തിലൊരു ഭവനം പണിയാനാണ്. അത് ഞാൻ തന്നെ പൂർത്തിയാക്കിയിട്ടേ പറ്റുള്ളൂ എന്ന് ആരും നിർബന്ധം പിടിക്കരുത്. ഇത് വലിയ എവിടെയും ഒരു തുടർച്ചയുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ നമ്മുടെ തന്നെ നാട്ടിൽ കണ്ടിട്ട് ഒരു പള്ളി വികാരം നടന്നു, മനോഹരമായിട്ട് അമ്മയുടെ പിതാവ് കൂദാശ ചെയ്തു, അച്ഛനെ ഗംഭീരമായിട്ട് സെൻഡോഫ് കൊടുത്ത് വിടുകയും ചെയ്തു. പിന്നെ വരുമ്പോഴാണ്, പിന്നത്തെ അച്ഛൻ വരുമ്പോഴാണ് ആ മക്കളെ ഒരു കഴിവ്, ഒരു നനവ്, ഇവിടെ ഒരു സ്ക്രൂ പോയി. പെട്ടെന്ന് നമ്മൾ ചോദിക്കുന്നത് പണി കഴിഞ്ഞത്. പിന്നെ പിതാവ് പറയാണ്, പരിശുദ്ധ പിതാവിന്റെ വാക്കുകൾ വ്യാഖ്യാനിക്കുന്നവർ പറയാണ്, സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ആണ്. ഈ വിശ്വാസ വർഷം അവസാനിച്ച് നവംബർ 24-ാം തീയതി അതോടുകൂടെ എല്ലാം തീർന്നു എന്ന് ആരും കരുതണ്ടാണ്. നമ്മൾ ആഗ്രഹിച്ചതിന്റെ 10-1 നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇനിയും നമുക്ക് ധാരാളം ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഈ നഗരം പടുത്തുയർന്ന പ്രക്രിയയിൽ ഈ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായിട്ട് ഞാനും നിങ്ങളും പണിക്കാരാണ്. നമ്മുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിതാവിന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിതാവ് പോണതിന് മുമ്പ് നമ്മുടെ ഈ രൂപത ദൈവരാജ്യം പടുത്തുയർത്തിട്ട് പോകണമെന്നാണ്. എനിക്ക് പിതാവിന്റെ കൂടെ നിന്ന് പിതാവിനെ സഹായിക്കണം ആഗ്രഹമുണ്ട്. നമുക്ക് പാസ്റ്റർ കൗൺസിലർക്കാർക്ക് ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ചന്ദ്രഗ്രഹണം വായിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് നടപ്പുള്ള കാര്യമല്ല. അവന്റെ 2ാമത്തെ ആഗമനം വരെ ഈ കൺസ്ട്രക്ഷൻ, ഈ ഭവനം പണിയുന്ന പ്രക്രിയ, ഇത് ഒരു വലിയ ഉൾക്കാഴ്ച, പ്രായോഗികമായിട്ടൊരു ഉൾക്കാഴ്ച. നമ്മുടെയൊക്കെ മനസ്സിലൊരു നിരാശയുണ്ട്. ഈ പാസ്റ്റർ കൗൺസിൽ 3 കൊല്ലം കഴിഞ്ഞ് തിരിയുമ്പോ എന്താ നമ്മൾ നേടിയത്? കുറെ മീറ്റിംഗ് കൂടി, കുറെ തീരുമാനം എടുത്തു. ചിലർ പറയാതെ ഇനിയൊരു തീരുമാനം എടുക്കണ്ട, ഇതൊന്നും നടപ്പാക്കാൻ നമുക്ക്. ഇത് തന്നെയാണ് സഭ എന്നുള്ളൊരു കാഴ്ചപ്പാട്. അതായത് we become instruments in the hands of God to construct again and again,
ടു റിപ്പയർ അഗെയിൻ ആൻഡ് അഗെയിൻ, ടു മെയിൻറ്റെയിൻ അഗെയിൻ ആൻഡ് അഗെയിൻ. അതിനുള്ള ഒരു വലിയ വിളിയാണ് നമുക്ക് ഇത് നൽകുന്നത്. മാർപ്പാപ്പ ഈ ചാക്രിക ലേഖനം അവസാനിപ്പിക്കുന്നത് മറിയത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. വിശ്വസിച്ച നീ ഭാഗ്യവതി. എലിസബത്തിന്റെ പ്രഖ്യാതമായ സ്റ്റേറ്റ്മെന്റ് ആണ്. 1 ലൂക്ക 45. വിശ്വസിച്ച നീ ഭാഗ്യവതി. ഈ ചാക്രിക ലേഖനം പറയുന്നു മേരി ഈസ് ദ പെർഫെക്റ്റ് ഐക്കൺ ഓഫ് അവർ ഫെയ്ത്ത്. മറിയം വിശ്വാസത്തിന്റെ പരിപൂർണമായിട്ടുള്ള ഒരു സജീവ മാതൃകയാണ്. ഈ ചാക്രിക ലേഖനത്തിന്റെ അകത്ത് മാർപ്പാപ്പ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ക്രൈസ്തവ തീർത്ഥാടനത്തിലെ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ. ലൂക്കായുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനം. ഒറ്റ പ്രാർത്ഥന മാത്രമേ എല്ലാ വിശ്വാസികൾക്കും സഭയ്ക്കകത്ത് ചെയ്യാനുള്ളൂ. അത് അപ്പസ്തോലന്മാർ നടത്തിയ പ്രാർത്ഥനയാണ്. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. ഈ വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് ഈ ചാക്രിക ലേഖനം 4 മാർഗങ്ങൾ പറയുന്നുണ്ട്. 4 മാർഗങ്ങളാണ് വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. യോഹന്നാന്റെ ഉദ്ധരണിയിൽ എടുത്തിട്ടാണ് മാർപ്പാപ്പ പറയുന്നത്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കരം കൊണ്ട് സ്പർശിച്ചതും ആയ വലിയ വിശ്വാസത്തെ നിങ്ങളോട് അറിയിക്കും. എന്തിനാ? നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കൂട്ടായ്മ ഉണ്ടാകുന്നതിന്. മാർപ്പാപ്പ പറയുന്നു, വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന പ്രാർത്ഥന ഈ ലോകത്തിൽ സംഭവിക്കാൻ സഭ ചെയ്യേണ്ട 4 ശുശ്രൂഷകൾ, അല്ലെങ്കിൽ സഭയിലെ വിശ്വാസികൾ ചെയ്യേണ്ട 4 ശുശ്രൂഷകൾ. 1, വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പഠിക്കുക. വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പഠിക്കുക. മർക്കോസിന്റെ സുവിശേഷത്തിലെ 10-ാമത്തെ അധ്യായത്തിലെ ബാർത്തിമേയുവിന്റെ കഥയിൽ പറയുന്നുണ്ട്, അവൻ ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞു, കർത്താവേ, എനിക്ക് വീണ്ടും കാണണം. നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ കാണുന്നതെല്ലാം തന്നെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ടാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. വീണ്ടും കാണാൻ, വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് എല്ലാം നോക്കിക്കാണാൻ. അതാണ് വിശ്വാസം വർദ്ധിക്കാനുള്ള 1-ാമത്തെ മാർഗം. നമ്മുടെ കെട്ടുപോയ വിളക്കുകൾ കത്തിക്കാനായിട്ടുള്ള വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്, മറിയത്തിനൊന്നും മനസ്സിലായില്ല, പക്ഷെ അവിടെ എല്ലാം ഹൃദയത്തിൽ മാർപ്പാപ്പ പറയുകയാണ്, മറിയത്തിന്റെ ഹൃദയത്തിന്റെ പീഠത്തിൽ കത്തിച്ചു വെച്ച വിളക്കാണ് വിശ്വാസം. അതുകൊണ്ട് ഹൃദയത്തിന്റെ പീഠങ്ങളിൽ വിശ്വാസത്തിന്റെ വിളക്ക് കത്തിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കിക്കാണാൻ നമ്മൾ പരിശ്രമിച്ചാൽ വിശ്വാസം വർദ്ധിക്കും. 2, വിശ്വാസം വർദ്ധിക്കാനുള്ള മാർഗം കേൾക്കാൻ പഠിക്കുക. ഈ ജീസസ് ഓഫ് നസറത്ത് എന്ന പുസ്തകത്തിലെ എനിക്ക് ബെനഡിക്ട് മാർപ്പാപ്പയോട് ഇത്തിരി ഇഷ്ടക്കുറവ് തോന്നിയ ഒരു വാചകമുണ്ട്. മാർപ്പാപ്പ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, മറിയം ഈശോയെ ഗർഭം ധരിച്ചത് ചെവി കൊണ്ടാണ്. ഞാനത് വായിച്ചപ്പോൾ മാർപ്പാപ്പ ഉറക്കെ പറയുന്നത് എന്റെ മനസ്സിൽ വെറുതെ. കാരണം മാർപ്പാപ്പ ലൈംഗിക ബന്ധം എന്നുള്ളത് സുവിശേഷം നമുക്കറിയാം. കന്യായിയായിരുന്നു, ഞാൻ പുരുഷനെ അറിയുന്നില്ല. മറിയം പറഞ്ഞു, ഔസേപ്പും പറഞ്ഞു, അവളെ ഞാനുമായിട്ട് സഹവസിച്ചിട്ടില്ല, പക്ഷെ ചെവി കൊണ്ടാണ്. പക്ഷെ മാർപ്പാപ്പ പറയുകയാണ്, ലൂക്കായുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം 21-ാമത്തെ വചനം. ഈ ചാക്രിക ലേഖനത്തിലെ മറിയത്തെ കുറിച്ചുള്ള സൂചനകൾ പറയുന്നുണ്ട്. ആരാണ് എന്റെ അമ്മ? വചനം കേട്ടവളും വചനം ജീവിച്ചവളും. ഒരു ക്രൈസ്തവൻ ക്രിസ്തുവിനെ ഗർഭം ധരിക്കേണ്ടത് വചനം കേട്ടുകൊണ്ടാണ്, വചനം ജീവിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് കേൾവിയിൽ നിന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം, പ്രസംഗിക്കാതെ ഇങ്ങനെ കേൾക്കും, കേൾക്കാതെ ഇതിനെ വിശ്വസിക്കും. വിശ്വാസം വർദ്ധിക്കാനായിട്ട് 3-ാമത്തെ മാർഗം ലൂക്കായുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം 45-ാമത്തെ തിരുവചനം. കർത്താവ് ചോദിച്ചു, ജായിറസിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ജനക്കൂട്ടം തിരിഞ്ഞറിയിച്ചപ്പോൾ കർത്താവ് ചോദിച്ചു, ആരും എന്നെ സ്പർശിച്ചു? പത്രോസ് പറഞ്ഞു, എന്താ ബോധക്കേട് പറയുന്നത്? എല്ലാവരും എന്നെ സ്പർശിച്ചിട്ട് ആരെന്നെ തൊടാത്തത്? കർത്താവരല്ല, എന്റെ ശക്തി നിർഗളിച്ചിരിക്കുന്നു. ആ പാവപ്പെട്ട കാനാൻകാരി സ്ത്രീ കർത്താവിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, കർത്താവെ, ഞാനാണ് തൊട്ടത്,
മാർപ്പാപ്പ പറയുന്നു, ദൈവത്തെ സ്പർശിക്കാനുള്ള സാധ്യതകൾ കൂദാശകളിലൂടെയാണ്. എല്ലാ കൂദാശകളുടെ പരികർമ്മങ്ങളും ദൈവത്തെ തൊടാനുള്ള പരിശ്രമങ്ങളാണ്. തൊട്ടവരെല്ലാം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നിൽ നിന്ന് ശക്തി സംഭവിച്ചിരിക്കുന്നു, എന്നിൽ ശക്തി പ്രവഹിച്ചിരിക്കുന്നു. കൂദാശകളുടെ പരികർമ്മങ്ങളിലൂടെ വിശ്വാസം വർദ്ധിക്കുമെന്ന് പരിശുദ്ധ പിതാവ് അർത്ഥമാക്കുന്നു. നാലാമത്തേതായിട്ട് പരിശുദ്ധ പിതാവ് പറയുന്ന വിശ്വാസം കൈമാറ്റത്തിലൂടെ വർദ്ധിക്കും. ഞങ്ങളുമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, വ്യക്തികൾ, കുടുംബങ്ങളിൽ ഇവിടെയൊക്കെ വിശ്വാസം കൈമാറ്റം ചെയ്യാൻ നമുക്ക് കഴിയണം. ഞാൻ കണ്ടതെന്തിനാ, ഞാൻ കേട്ടതെന്തിനാ, ഞാൻ സ്പർശിച്ചതെന്തിനാ? നിങ്ങളും ഞങ്ങളും തമ്മിൽ കൂട്ടായ്മ ഉണ്ടാക്കാൻ, ആ കൂട്ടായ്മയിലെ നാം ഒരു വിശ്വാസത്തിലെ അണിചേരാൻ. അതുകൊണ്ട് വിശ്വാസം പങ്കുവെച്ചുകൊണ്ട് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കട്ടെ. ഞാൻ നമ്മുടെ ഉപരിയുടെ പശ്ചാത്തലത്തിൽ ഈ ചാക്രികരാജ്യത്തെ ഒന്ന് കുറച്ചുകൂടെ സ്വാംശീകരിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. നമുക്ക് ഈ ചാക്രികരാജ്യത്തിന്റെ പ്രായോഗിക വശങ്ങളെ കുറിച്ച് ഷാദിനോട് സംസാരിച്ചു. താങ്ക് യു വെരി മച്ച്.